ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തെമുവിൻ്റെ കുറച്ച് പ്രൊഡക്ട്സുമായിട്ടാണ്. മെയിനായിട്ട് ഹെയർ എക്സ്റ്റൻഷൻസ്, ഹെയർ അക്സസറീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെയർ എക്സ്റ്റൻഷൻ ക്ലിപ്പുമായിട്ടാണ്. ഇതിൻ്റെ ഹെയർ ഒക്കെ നല്ല നാച്ചുറൽ ഹെയർ ആണ്. ഇത് ഇങ്ങനെ ആയിരുന്നില്ല വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്ത പോലത്തെ ഹെയർ ആയിരുന്നു. ഇപ്പോൾ ഞാനത് ഒന്ന് വാഷ് ചെയ്തായിരുന്നു. ഞാൻ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി കളർ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ വാഷ് ചെയ്തതുകൊണ്ട് ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നല്ല നാച്ചുറൽ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ചൊക്കെ ഹെയർ ഇങ്ങനെ ഉരി പോരുന്നുണ്ട്. പക്ഷേ ബാക്കി അതർവൈസ് ഇത് ഓക്കെയാണ്. നല്ല ക്ലിപ്പാണ്. ഇതിൽ ടൈ ചെയ്താണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ടൈ ചെയ്താണ് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ക്ലിപ്പാണ്. നമുക്ക് ടൈ ചെയ്തതിന് ശേഷം ഇത് ക്ലിപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബാക്കിൽ നിന്ന് ഈ ഒരു രീതിയിൽ കുറച്ച് തിക്കായിട്ട് നമ്മുടെ ഹെയർ പ്ലസ് ഇതും കൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് നമുക്ക് ഒരു പോണിറ്റെയിലൊക്കെ കെട്ടിയ രീതിയിൽ നമുക്കത് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഈ പ്രൊഡക്റ്റിന് റേറ്റ് വന്നത് 520 പൈസയാണ്. ഇത് പല റേറ്റിൽ കിട്ടും. നമ്മൾ കാർട്ടിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് എപ്പോഴെങ്കിലും പ്രൈസ് ഡ്രോപ്പ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കിത് ചെറിയ റേറ്റിൽ വാങ്ങിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ കാർട്ടിലിട്ട് കഴിഞ്ഞാൽ പല സമയങ്ങളിലായിട്ട് ഇതിൽ പ്രൈസ് ഡ്രോപ്പ് വരുന്നുണ്ട് തെമുവിൽ. ആ സമയത്ത് നമുക്കിത് ചെറിയ റേറ്റിലായിരിക്കും വാങ്ങിക്കാൻ കിട്ടുക. പല ടൈമിൽ പല റേറ്റാണ്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റിന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി റേറ്റിൽ സെയിം പ്രൊഡക്ട്സ് ഉണ്ടാവും. മാക്സിമം റിവ്യൂ നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കാം. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ലോങ് ഹെയർ ആണ്. ഇത് ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന ടൈപ്പ് ഓഫ് ഹെയർ ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. ക്ലിപ്പിങ് 4 എണ്ണം ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ക്ലിപ്പിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ബാക്കി അതർവൈസ് ഇത് ഓക്കെയാണ്. നല്ല അടിപൊളി ഹെയർ ആണ്. നല്ല ലെങ്ത് ഉണ്ട്. നമുക്ക് ലെങ്ത് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാം. എത്ര ലെങ്ത്തിൽ വേണം, ഏത് ടൈപ്പ് ഓഫ് ഹെയർ വേണം. നമുക്ക് സ്ട്രൈറ്റ് ഹെയർ ആണെങ്കിൽ സ്ട്രൈറ്റ് ഹെയർ നോക്കാം, കേളി ഹെയർ ആണെങ്കിൽ കേളി ഹെയർ നോക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് ഹെയർ ആണ് വേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. അത്യാവശ്യം കട്ടിയുണ്ട്, പിന്നെയൊക്കെ ഇടണമെന്നുള്ള സമയങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ ചെറുതായിട്ട് ഹെയർ പോകുന്നുണ്ട്. അതൊരു ചെറിയൊരു പ്രോബ്ലമാണ്. പക്ഷേ ഒത്തിരി ഹെയർ ഒന്നും പോകും. നമ്മുടെ നോർമൽ ഹെയർ പോകുന്ന പോലെ തന്നെ കുറച്ചൊരു ഹെയർ നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ പോകുന്നുണ്ട്. അതർവൈസ് ഇത് ഓക്കെയാണ്. നമുക്ക് നമ്മളങ്ങനെ കെട്ടുകുടുങ്ങുക പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല ഹെയർ ആണ്. നമുക്കിത് വാഷ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. ഒരു നോർമൽ ഹെയർ പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ കളർ മാത്രമാണ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയത്. അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ തെമുന്ന് ഓർഡർ ചെയ്ത സമയത്ത് ഞാൻ കളർ നോക്കാതെയാണ് വാങ്ങിച്ചത്. പക്ഷേ ഞാൻ റിവ്യൂസ് ഒക്കെ നോക്കിയതിന് ശേഷമാണ് വാങ്ങിച്ചത്. തെമുന്ന് വാങ്ങുമ്പോൾ മാക്സിമം റിവ്യൂ നോക്കാൻ ശ്രമിക്കുക. ഇതിന് 1.520 എങ്ങാണ്ടാണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പല സമയത്ത് പല റേറ്റാണ്. നിങ്ങൾക്ക് കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല റേറ്റിൽ ഇത് വാങ്ങിക്കാൻ സാധിക്കും. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു വാക്സ് സ്ട്രിപ്പാണ്. അത് എനിക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബേബി ഹെയർസ് ഒക്കെ പൊങ്ങിയിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്കൊരു ഇറങ്ങി പോകുന്ന സമയത്തൊക്കെ അതൊരു വൃത്തികേടാണ്. നമുക്ക് കാണുമ്പോൾ ഒത്തിരി ബേബി ഹെയർസ് പൊങ്ങിയിരിക്കുന്നത്. ആ സമയത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ മുകളിൽ ഹെയർ ഇരിപ്പുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ തിരിച്ച് കഴിയുമ്പോൾ ഇത് വരുന്നുണ്ട്. ഇതിൻ്റെ പല റേറ്റിലുള്ള പല സൈസിലുള്ളതുണ്ടായിരുന്നു. എനിക്ക് മാക്സിമം ചെറിയ സൈസായിരുന്നു വേണ്ടിയിരുന്നത്. എനിക്ക് ഈ ഒരു സൈസ് മതി. അപ്പോൾ നമ്മളിപ്പോൾ ഒത്തിരി വാക്സ് ഒരേ സമയത്ത് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഒത്തിരി കയറ്റി വെച്ച് ഞാൻ യൂസ് ചെയ്യാറില്ല. മാക്സിമം കുറച്ചിട്ട് ഈ ഒരു അതായത് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ വരുന്ന രീതിയിലാണ് യൂസ് ചെയ്യുക. അത് ഒത്തിരി യൂസ് ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല. വാക്സ് ഒക്കെ തേച്ച പോലത്തെ ഒരു അവസ്ഥയിലാണ് വരുന്നത്. നല്ല സ്മെല്ലാണ്. പക്ഷേ നമ്മൾ ഒത്തിരി യൂസ് ചെയ്യുന്നത് അത്ര നന്നാവില്ല. പക്ഷേ ബേബി ഹെയർസ് ഒക്കെ നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. അതിലൊന്നും ഒരു സംശയം വേണ്ട. പക്ഷേ ആ വാക്സ് അവിടെ ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ പുറത്ത് പോയി തിരിച്ച് വന്നാലും നമ്മുടെ ഹെയറിൽ ആ വാക്സ് അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അതൊരു ബോറായിട്ട് തോന്നും. പിന്നെ നെക്സ്റ്റ് വാഷിൽ മാത്രമേ അത് പോകത്തുള്ളൂ. അങ്ങനെ ഒരു മിസ്റ്റേക്ക് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. അതർവൈസ് ഇത് നല്ല ഒരു ഓപ്ഷനാണ്. സ്ട്രോബെറി ഫ്ലേവറാണ്. സ്ട്രോബെറി ടൈപ്പ് ഓഫ് സ്മെല്ലുമാണ്. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. ഇത് ഒരു കവറിങ് സ്റ്റിക്കാണ്. നമ്മൾ ഹെയർ കുറവുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ കുറച്ചുകൂടെ ഉള്ളതായിട്ട് തോന്നി. അതായത് നമ്മുടെ നെറ്റിയുടെ അവിടെയൊക്കെ നമുക്ക് ചിലർക്കൊക്കെ ഹെയർ കുറവായിരിക്കും. നമുക്കപ്പം ഇങ്ങനെ സ്കിന്ന് കാണുന്ന ഒരു മോശമായിട്ട് തോന്നുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാം. ഇതിങ്ങനെയാണ് വരിക. ഈ ഒരു ക്യാപ്പിനകത്താണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് ഉള്ളത്. നമ്മൾ ഇത് ഇട്ട് കഴിഞ്ഞ് തിരിച്ചെടുക്കുമ്പോൾ മാത്രമേ ഈ പഫിൽ ഇത് വരുന്നത്. നല്ല സോഫ്റ്റ് പഫാണ്. നമുക്ക് ഒരു ഷെയ്ഡ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. ഇത് നിങ്ങൾ കളർ ചൂസ് ചെയ്യുമ്പോൾ മാക്സിമം ബ്ലാക്ക് കളറൊക്കെ തന്നെ ചൂസ് ചെയ്യുക. ഞാൻ വിചാരിച്ചത് ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോൾ മോശമായിട്ടിരുന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കളർ ചൂസ് ചെയ്തത്. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് ആയിപ്പോയി. ബ്ലാക്ക് തന്നെയായിരുന്നു നല്ലത്. ഞാൻ ഇത്രയും പ്രൊഡക്ട്സാണ് തെമുന്ന് ഹെയർ അക്സസറീസ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. മെയിനായിട്ട് എനിക്ക് ഹെയർ എക്സ്റ്റൻഷൻസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അതിൽ ഞാൻ ഹാപ്പിയാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. വലിയ റേറ്റ് വന്നിട്ടില്ല. അത്യാവശ്യം നല്ല പ്രൊഡക്ട്സാണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് യൂസ് ചെയ്യാൻ അതായത് നമുക്ക് എന്തെങ്കിലും കേരള ടൈപ്പ് ഓഫ് സാരികൾ കൊടുക്കണം അങ്ങനെയൊക്കെ സമയത്ത് നമുക്ക് ലോങ് ഹെയർ യൂസ് ചെയ്യാം. നമുക്ക് ജീൻസ് ഒക്കെ ഇട്ടിട്ട് പോണിറ്റെയിൽ പോലെ കെട്ടണമെന്നുള്ള സമയത്ത് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഹെയർ കുറവുള്ളവർക്ക് ഇത് മേടിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓൺലി നമ്മൾ നോക്കേണ്ടത് റിവ്യൂസും ഹെയറിൻ്റെ കളറും മാത്രം ഒന്ന് നോക്കിയതിന് ശേഷം മേടിക്കുക. ബാക്കി അതർവൈസ് എല്ലാം ഓക്കെയാണ്. ഇതും അതുപോലെ തന്നെ കളർ നോക്കി മേടിക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ബേബി ഹെയർസ് ഒത്തിരി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ഇത് അത്യാവശ്യം ട്രാവൽ ഫ്രണ്ട്ലി ആയതുകൊണ്ട് എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒത്തിരി എക്സ്പെൻസീവ് ഒന്നുമല്ല. നിങ്ങൾക്ക് ഇത് ഹെൽപ്പ് ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.